മാഷ് പറഞ്ഞു പിന്നെ ഭയങ്കര വെള്ളം. ഞാൻ പറഞ്ഞു മാഷെ ഇറങ്ങിപ്പോക്കോ എന്ന് അവിടെ നിന്ന് ഓരോരുത്തരോരുത്തർ വിളിക്കുന്നുണ്ട്, ഇറങ്ങിക്കോ. മാഷ് പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല, സേഫാ. ആ കടയിലാണ് മാഷ് നിന്ന്. ആ കടയടക്കം എടുത്ത് പോയി. ശാന്തമായി ഒഴുകിയ പുല്ലവപ്പുഴയുടെ ഭാവമാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ജൂലൈ 30 രാത്രിയിൽ കനത്ത മഴ പെയ്തപ്പോഴും വലിയ ദുരന്തമുഖത്താണെന്ന് കരുതിയതേയില്ല. പക്ഷേ പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിലും പേമാരിയിലും കുത്തിയൊലിച്ചു പോയത് മാത്യു മാഷിന്റെ ജീവനും വിലങ്ങാട്ടെ കർഷകരുടെയും ആദിവാസികളുടെയും ജീവിതവുമായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് നേരം വെളുപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെട്ട് പോയി. നമ്മളെല്ലാവരും മരണം മുന്നേ കണ്ടു. ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതല്ല. ഞങ്ങൾ 37 പേര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഒന്ന് അവിടെ പോയി നോക്കുക. അവിടെ ഇരിക്കുന്ന കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ അതിശയപ്പെട്ടു.